എല്ലാവർക്കും നമസ്കാരം. അനീഷ് കടിമേനി. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്, നമുക്ക് പ്രേതത്തെ ഭയങ്കര പേടിയല്ലേ. പ്രേതം ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കൊന്നും അറിയില്ല. എന്നാലും എൻ്റെ ചെറുപ്പത്തിൽ ഭയങ്കര പേടിയായിരുന്നു. നമ്മുടെ നാട്ടിൽ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം നേരത്തെ കാലത്തെ എല്ലാവരും കിടന്നുറങ്ങും. മുറ്റത്തൊക്കെ ഇറങ്ങില്ല. 2-3 ദിവസത്തേക്ക് മുറ്റത്തൊക്കെ ഇറങ്ങില്ല. ഇറങ്ങുമ്പോൾ എല്ലാവരും പറയും കോളി വരും. കോളി എന്ന് പറഞ്ഞാൽ പ്രേതം എന്നാണ് കാസർഗോഡ് ഭാഷയിൽ. അന്നേരം പ്രേതം ഉണ്ടാവും ഇല്ല എന്നറിയില്ല. എന്നാലും ഞങ്ങൾക്കതൊരു പേടി തന്നെയായിരുന്നു. എനിക്ക് ചെറിയൊരു അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നമ്മുടെ നാട്ടിൽ ഒരാൾ മരിച്ചിട്ടുണ്ടായിരുന്നു. അന്നേരം പെട്ടെന്ന് ഒരു 6 മണിയായപ്പോൾ ഞാൻ റോട്ടിലേക്ക് വന്നു. 6 മണിയായപ്പോൾ റോട്ടിലേക്ക് വന്നപ്പോൾ കൂട്ടുകാരോട് സംസാരിച്ച് കുറച്ച് വൈകിപ്പോയി. അന്നേരം ഞാൻ പിന്നീട് എൻ്റെ വീട്ടിലേക്ക് നടന്നു പോകണം. അന്നേരം ഞാൻ നടന്നു പോകുന്ന വഴിയിൽ തന്നെയാണ് ഒരാൾ മരിച്ചത്. അവരന്ന് അടക്കിയതേ ഉള്ളൂ. അടക്കി അവനെ കത്തിച്ച ആ സ്ഥലം ദൂരത്തുനിന്ന് കാണുമ്പോൾ, ആ കനലെല്ലാം കാണുമ്പോൾ മനസ്സിലൊരു പേടി. ഞാൻ വീട്ടിലേക്ക് എങ്ങനെ പോകുന്ന ഓർക്കുമ്പോൾ, എനിക്കാണെങ്കിൽ എൻ്റെ വീട്ടിൻ്റെ അങ്ങോട്ട് പോകുന്ന ആരുമില്ല. ഞാൻ കുറേ സമയം ആരെങ്കിലും വരുന്നുണ്ടോ നോക്കി, ആരും വന്നില്ല. ലാസ്റ്റ് എൻ്റെ ഐഡിയ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ, വന്ന് കോയിൻസ് 1 രൂപ കോയിൻസ് ഇട്ടിട്ട് ഫോൺ വിളിക്കുന്നതില്ലേ. ഞാൻ പെട്ടെന്ന് കടയിലേക്ക് നോക്കിയപ്പോൾ അവിടെ കോയിൻസ്. ഞാൻ പോയി അടുത്ത ഇച്ചയോട് 1 രൂപ വാങ്ങിയിട്ട് എൻ്റെ ഏട്ടൻ്റെ ഫോണിലേക്ക് വിളിച്ച്, ഏട്ടൻ എന്നെ ഒന്ന് റോട്ടിലേക്ക് കൂട്ടാൻ വരണമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഏട്ടൻ്റെ നമ്പറിലേക്ക് വിളിച്ച് അങ്ങനെ ഏട്ടൻ വന്നു. അന്ന് എന്നെ രക്ഷിച്ചത് ആ 1 രൂപ കോയിൻസ് ഇട്ട് വിളിക്കുന്ന ഫോണാണ്. ഇല്ലെങ്കിൽ ഞാനവിടെ റോട്ടിൽ നിന്ന് ആരെങ്കിലും വരും വരെ കാത്തിരുന്നിട്ട് ഞാൻ പോയിട്ട്. അന്നേരം അതൊരു അനുഭവം. പ്രേതം ഉണ്ടോ ഇല്ലയോ എന്നറിയില്ല. എന്നാലും ഞങ്ങൾക്ക് ഇപ്പോഴും പേടി തന്നെ കേട്ടോ. ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഇത്രയും വലുതായെന്ന് പറഞ്ഞില്ല, എല്ലാവർക്കും പ്രേതം എന്ന് പറയുമ്പോൾ പേടിയുണ്ട്. കാസർഗോട്ടുകാർ കുറേ ആൾക്കാരെല്ലാം വിശ്വസിക്കുന്നുണ്ട് പ്രേതം ഉണ്ടെന്ന്. നിങ്ങൾക്ക് കമൻറ്റ് ഇടാം കേട്ടോ, ഉണ്ടോ ഇല്ലയെന്ന്. കാസർഗോഡ് ഇന്നും അത് ഉണ്ടെന്നാണ് ഞങ്ങളുടെ എല്ലാം വിശ്വാസം. അങ്ങനെ മുന്നോട്ട് പോകുന്നത്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ 3-ാമത്തെ ദിവസം ചടങ്ങുണ്ട്, ആത്മാവ് വരുന്നത്. അതൊക്കെ ഇന്നും നടക്കുന്നുണ്ട്, മുറ തെറ്റാണ്ട്. അന്നേരം വിശ്വാസം ഞങ്ങൾക്കുണ്ട്. നിങ്ങൾ കമൻറ്റ് ഇട്ട്